പിറവി 8-ാം ദിവസം 40 ദിവസം മരുഭൂമിയിൽ ഭക്ഷണപാനീയങ്ങളില്ലാതെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈശോയെ നമുക്ക് കാണാം. ആ സമയം പ്രലോഭകൻ കടന്നെത്തുന്നു. ഈശോയോട് പറയുകയാണ്, ഈ കല്ലുകളോട് അപ്പമാകാൻ നീ കൽപ്പിക്കുക, കാരണം നീ ദൈവപുത്രനാണ്. അത് കേട്ട ഉടനെ ഈശോ പ്രലോഭകനോട് പറയുകയാണ്, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വീണ്ടും പ്രലോഭകൻ യേശുവിനോട് പറയുന്നു, ദേവാലയ ശൃംഗത്തിൻ്റെ മുകളിൽ നിന്ന് നീ താഴേക്ക് ചാടിയാൽ നീ ദൈവപുത്രനായതുകൊണ്ട് മാലാഖമാർ നിന്റെ കൈകൾ താങ്ങും. അതിന് മറുപടിയായി ഈശോ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും വചനം ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുന്നു. 40 നാൾ വിശന്നു തപസിനാൽ അലലേറ്റു സ്വസ്ഥതീ തന്നിലായി അക്ഷണം പ്രലോഭകൻ ചാരത്തണഞ്ഞു ചൊന്നാർ, ഈ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കൂ, നീ ദൈവപുത്രനല്ലയോ. 40 നാൾ വിശന്നു തപസിനാൽ അലലേറ്റു സ്വസ്ഥിതി തന്നിലായി അക്ഷണം പ്രലോഭകൻ ചാരത്തണഞ്ഞു ചൊന്നാർ, ഈ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കൂ, നീ ദൈവപുത്രനല്ലയോ. അത് കേട്ടുടൻ യേശു അവനോട് ചൊല്ലിനാൻ, അപ്പം കൊണ്ടു മാത്രമല്ല ദൈവവചനം കൊണ്ടുകൂടിയാണ് മർത്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് കേട്ടുടൻ യേശു അവനോട് ചൊല്ലിനാൻ, അപ്പം കൊണ്ടു മാത്രമല്ല ദൈവവചനം കൊണ്ടുകൂടിയാണ് മർത്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പ്രലോഭകൻ ചൊല്ലി യേശുവോടായി, ദേവാലയ ശൃംഗത്തിൻ മുകളിൽ നിന്ന് നീ താഴേക്കു ചാടുക, ദൈവദൂതന്മാർ കരങ്ങളിൽ നിന്നെ വഹിച്ചു കൊള്ളും, നീ ദൈവപുത്രനല്ലയോ. അതിനുടൻ മറുപടിയായി യേശു ചൊന്നാൽ, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്നതും വചനത്തിൽ തന്നെ പറയുന്നു. വീണ്ടും പ്രലോഭകൻ ചൊല്ലി യേശുവോടായി, ദേവാലയ ശൃംഗത്തിൻ മുകളിൽ നിന്ന് നീ താഴേക്കു ചാടുക, ദൈവദൂതന്മാർ കരങ്ങളിൽ നിന്നെ വഹിച്ചു കൊള്ളും, നീ ദൈവപുത്രനല്ലയോ. അതിനുടൻ മറുപടിയായി യേശു ചൊന്നാർ, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്നതും വചനത്തിൽ കാണുന്നു.